കൃഷ്ണാഭിഷേകം. ഓം നമോ ഭഗവതേ വാസുദേവായ. കൊച്ചുമക്കളെ, ഇന്ന് ഏത് കഥയാണ് പറയുന്നതെന്നറിയണ്ടേ? ദേവന്മാരും ഗോപീഗോപന്മാരും സന്തോഷത്താൽ കൃഷ്ണന് അഭിഷേകം ചെയ്ത കഥ പറയാം. അവരുടെ രക്ഷകനാണല്ലോ കൃഷ്ണൻ. കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം കുടയായി പിടിച്ച് എല്ലാവരെയും രക്ഷിച്ച കഥ അറിഞ്ഞപ്പോൾ ഇന്ദ്രന് തെറ്റുപറ്റിയതായി മനസ്സിലായി. പിന്നീട് ഇന്ദ്രൻ കൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് കൃഷ്ണനെ തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ പ്രഭുവേ, ദേവദേവേശനും പരമേശ്വരനും പൂർണ്ണനും പുരാണനും ആയ അങ്ങു തന്നെയാണ് പുരുഷോത്തമന്മാരിൽ ഉത്തമനായിട്ടുള്ളത്. പരാൽപരനായ അങ്ങ് എന്നെ രക്ഷിച്ചാലും ഭൂമിയിൽ ധർമ്മം നിലനിർത്തുവാനും മനുഷ്യർ, പശു മുതലായ എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കുവാനുമായി ദശാവതാരങ്ങൾ എടുത്ത ആളാണ് അങ്ങ്. ഇപ്പോൾ ദുഷ്ടനായ കംസനെ വധിക്കാൻ വേണ്ടി ജന്മമെടുത്ത പരിപൂർണതമനായ കൃഷ്ണനാണ് അങ്ങ് എന്ന് എനിക്ക് ബോധ്യമായി. മഹാ അഹങ്കാരിയും വൃത്തികെട്ട മനസ്സുമായിരുന്ന ഞാൻ അങ്ങയുടെ മായയാകുന്ന ഈ ലീലയിൽ എൻ്റെ മനസ്സിൻ്റെ എല്ലാ ദുഷ്ടതകളും മാഞ്ഞുപോയി. അല്ലയോ പ്രഭുവേ, എൻ്റെ എല്ലാ ദുഷ്പ്രവൃത്തികളും ക്ഷമിച്ച് ഒരു മുത്തച്ഛനെ പോലെ എന്നിൽ പ്രസാദിക്കണമേ. ദേവദേവേശ, ജഗന്നിവാസ, ഇങ്ങനെ ക്ഷമ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. എന്താണ് സ്തുതി എന്നറിയണ്ടേ? പറഞ്ഞു തരാം. നിങ്ങളും ഈ സ്തുതി പഠിക്കണം കേട്ടോ മക്കളെ. ഓം നമോ ഗോവർദ്ധനോദ്ധാരണായ ഗോവിന്ദായ ഗോകുലനിവാസായ ഗോപാലപതയേ ഗോപീജനഭർത്രേ ഗിരിജനോധർത്രേ കരുണാനിധയേ ജഗദ്വിധയേ ജഗന്മംഗളായ ജഗന്നിവാസായ ജഗന്മോഹനായ കോടിമന്മഥമന്മഥായ വൃഷഭാനുസുതാവരായ ശ്രീനന്ദരാജകുലപ്രദീപായ ശ്രീകൃഷ്ണായ പരിപൂർണതമായ തുഭ്യമസംഖ്യബ്രഹ്മാണ്ഡപതയേ ഗോലോകധാമന്യുഷണ്ണാധിപതയേ സ്വയം ഭഗവതേ സ്വബലായ നമസ്തേ നമസ്തേ. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ദേവഗണങ്ങളോടും കൂടി കൈകൾ കൂപ്പി ശ്രീകൃഷ്ണനെ നമസ്കരിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൃഷ്ണനോടുള്ള സ്നേഹവും ഭക്തിയും വർദ്ധിച്ചു. ദേവന്മാരുടെ പശുവായ സുരഭി പശു കൃഷ്ണനെ പാലുകൊണ്ട് അഭിഷേകം ചെയ്തു. ഐരാവതം എന്നാന ഗംഗാജലമെടുത്ത് കൃഷ്ണനെ അഭിഷേകം ചെയ്ത് കുളിപ്പിച്ചു. ഋഷിമാരെല്ലാം സന്തോഷത്താൽ കൃഷ്ണനെ സ്തുതിച്ച് പുഷ്പം കൊണ്ട് അഭിഷേകം ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഗോവർദ്ധന പർവ്വതം. സന്തോഷാധിക്യം കൊണ്ട് പർവ്വതം ഉരുകുവാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ കൃഷ്ണന് അതിയായ ആനന്ദം ഉണ്ടായി. കൃഷ്ണൻ കൈകൾ രണ്ടും പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചു. കൃഷ്ണൻ്റെ ആ കൈപ്പത്തികൾ പർവ്വതത്തിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് ഗർഗഭാഗവതത്തിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം കാണുമോ എന്നറിയില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ ഇത്. പർവ്വതമാണെങ്കിൽ എള്ളുമണിയോളം ഓരോ ദിവസവും കുറഞ്ഞു വരുന്നതാണല്ലോ. അവിടെ കൃഷ്ണൻ്റെ പാദങ്ങൾ പറ്റിയ സ്ഥലങ്ങളിൽ സുരഭി പാദങ്ങളും ഉണ്ട്. സുരഭി പാലുകൊണ്ട് കൃഷ്ണനെ അഭിഷേകം ചെയ്ത സ്ഥലം ഗോവിന്ദകുണ്ഡം എന്ന തീർത്ഥമായി മാറി. ഐരാവതം അഭിഷേകം ചെയ്ത സ്ഥലം മാനസീ തീർത്ഥമായി. പിന്നീട് ഇന്ദ്രനും ദേവഗണങ്ങളും പ്രദക്ഷിണം വെച്ച് പൂക്കളർപ്പിച്ച് കൃഷ്ണനോട് അനുവാദം വാങ്ങി ദേവലോകത്തേക്ക് പോയി.
കൃഷ്ണനും ഗോപന്മാരുമെല്ലാം അവരുടെ ഗൃഹത്തിലേക്കും പോയി. ഇതാണ് കൃഷ്ണാഭിഷേകം കഥ. ഇഷ്ടമായോ മക്കളെ? ഇനി അടുത്ത ദിവസം പറയാം. സർവം കൃഷ്ണാർപ്പണമസ്തു.